ഹായ് ഹലോ കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാ വീട്ടിലും സുപരിചിതമായി എല്ലാ വീട്ടിലും കാണുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ്. പക്ഷെ ആർക്കും അതിന് വലിയ മതിപ്പില്ല അല്ലേ. ഒന്നുകിൽ എനിക്ക് തോന്നുന്നു തണുപ്പ് ദിവസം തുടങ്ങുന്ന സമയം അങ്ങനെയൊക്കെയുള്ള സമയത്ത് മാത്രമേ കാലൊന്ന് വിണ്ട് കീറണം, അല്ലെങ്കിൽ അപ്പോഴൊക്കെ ഇതൊക്കെ എടുത്തുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് വരത്തുള്ളൂ അല്ലേ. സത്യം പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മുടെ വാസ്ലിൻ, അതായത് പെട്രോളിയം ജെല്ലി. ഇത് നമ്മുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറല്ല അതിന് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിച്ചൊരു സാധനമായി ഇത് അമേരിക്കയിൽ. എനിക്ക് എൻ്റെ അറിവ് ശരിയാണോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം കിട്ടുന്നതൊക്കെ നമുക്കറിയാവുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ സോൾജേഴ്സിന് വേണ്ടി കണ്ടുപിടിച്ച സാധനമാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഏറ്റവും ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഹാക്ക് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് കേട്ടോ. അത് നമ്മൾ പിന്നൊരു അവസരത്തിൽ പറയാം അതിൻ്റെ ഗുണം. ഇപ്പം ഞാനിത് നമ്മുടെ റിങ്കിൾസിന്, നമ്മുടെ മുഖത്തെ പാടുകൾക്ക്, വരകൾക്ക്, ചുളിവുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾ വാസ്ലിനെ ഒരു നിസ്സാരക്കാരനായിട്ട് കാണല്ല. വാസ്ലിൻ നല്ല ഒരു നമ്മുടെ ഫേസിന് മസാജിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒലിവ് ഓയിലുമായിട്ട് മിക്സ് ചെയ്താൽ അങ്ങനെ കുറേ കോമ്പിനേഷനുണ്ട് ഈ വാസ്ലിനും ഇതുമായിട്ട്. പക്ഷെ ബെസ്റ്റ് എനിക്ക് ഉപകാരം തോന്നിയ 2-3 കാര്യങ്ങളുണ്ട്. രണ്ടും നല്ല സത്യം അതുപോലെ നല്ല ഉപയോഗമുള്ള സാധനമാണ്. നമ്മുടെ റിങ്കിൾസിന്, മെയിനായിട്ട് നമ്മുടെ ചുളിവുകളും ചെറിയ കുത്തുപാടുകളും ഒക്കെ പോകാൻ ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ ഇത് ഇല്ലാതിരിക്കത്തില്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ വാസ്ലിൻ ചേർത്തുള്ള ഒരു 3-4 പായ്ക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വാസ്ലിനും നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയുണ്ടല്ലോ, ആര്യവേപ്പിൻ്റെ പൗഡറും ഈ വാസ്ലിനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല ഒന്നാമതിനൊരു പായ്ക്ക് പോലെ ആക്കിയെടുക്കണം. ശരിക്കും നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്, റിച്ച് ആൻറ്റി ഓക്സിഡൻ്റാണ്. ഈ ആര്യവേപ്പിൻ്റെ ഇലയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, അത്രയും നല്ല ഗുണങ്ങളാണ്. ആര്യവേപ്പിൻ്റെ പൗഡറിനകത്ത് നല്ല റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇത് ആൻറ്റി ഏജിങ് ഒരു പായ്ക്കിന് വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാം. നമുക്ക് ആൻറ്റി ഏജിങ്, നമുക്ക് ഏജ് കൂടുമ്പോഴാണല്ലോ റിങ്കിൾസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനെ നമുക്ക് പറയാം. ഈ വാസ്ലിനും ആര്യവേപ്പിൻ്റെ പൗഡറും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. ഇത് മിക്സ് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ പിന്നെ വേസ്റ്റ് ആവില്ല. നമുക്ക് ഞാൻ കുറച്ച് നമുക്ക് വെച്ചാൽ നമുക്ക് ഓരോ റൊട്ടീനുണ്ടല്ലോ. അപ്പോൾ ഇത് വെറുതെ ഉണ്ടാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്താൽ ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാത്തത്. ഇതൊരു ബോക്സിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലായിടത്തും കിട്ടും, 5-6 സാഷ ഇതുപോലത്തെ കിട്ടും ഒരു ബോക്സിൻ്റെ അകത്ത്. ആര്യവേപ്പിൻ്റെ പൗഡർ ഇലയുള്ളവർ ഉണക്കി പൊടിച്ചാലും ഏറ്റവും ബെസ്റ്റാണ്. അതും നമ്മുടെ വാസ്ലിനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് റിങ്കിൾസിന് നമുക്ക് ഫേസിലിട്ടിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ നമുക്ക് ഒരു 15 to 20 മിനിറ്റ് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാം. വീക്കിലി ഒരാഴ്ചയിൽ 3-4 പ്രാവശ്യം ഇത് നമുക്ക് ഇടാം. ശരിക്കും നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ ഫേസിനൊരു തിളക്കവും നല്ലൊരു ഫ്രഷ്നെസ്സും. നമുക്ക് മെയിൻ ചുളിവുകൾ പോകുന്നതാണല്ലോ നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അതിന് ബെസ്റ്റാണ് എന്താണ് വാസ്ലിനും ആര്യവേപ്പിൻ്റെ ഇലയും. രണ്ടാമത്തതാണ് വാസ്ലിനും നമ്മുടെ സിനമൺ പൗഡറും. എൻ്റെ അമ്മേ എന്ന് പറഞ്ഞറിയിക്കേണ്ട അത്രയ്ക്ക് ഗുണങ്ങളുണ്ട്. ഈ വാസ്ലിൻ നിങ്ങൾക്ക് തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അതൊന്ന് ലൂസാകാൻ, ആ പായ്ക്ക് ഉണ്ടാക്കാൻ എളുപ്പം വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലൊരു പാത്രത്തിൽ ഒരു ചെറിയ പാത്രത്തിലോട്ട് ഈ വാസ്ലിൻ ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ടൊന്ന്, വെള്ളം ഒഴിക്കാനല്ല, നമ്മൾ വാസ്ലിൻ എടുത്ത പാത്രം ആ ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ടൊന്ന് വെച്ച് കാണിച്ചാൽ ഈ വാസ്ലിൻ ഉരുകി വരും. അപ്പോൾ നമുക്ക് ഒത്തിരി ഇട്ടങ്ങോട്ട് പ്രസ് ചെയ്ത് ഇതിനെ
കൂട്ടി മിക്സ് ചെയ്യാനായിട്ട് പാടുപെടണ്ട. അതാ പറഞ്ഞത്. നമുക്ക് വാസ്ലൈൻ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് മുഖത്ത് ആവശ്യമുള്ള അര ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വാസ്ലൈൻ എടുത്തിട്ട് 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വാസ്ലൈനും ആര്യവേപ്പിൻ്റെ ഇലയുടെ കാര്യവും പറഞ്ഞതുപോലെ തന്നെ ഇതും മിക്സ് ചെയ്ത് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. സിനമൺ പൗഡറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നതും ഏറ്റവും ബെസ്റ്റാണ് സിനമൺ പൗഡർ. അതുപോലെ തന്നെ സിനമൺ പൗഡർ നമ്മൾ ചിലർക്കെങ്കിലും ഒരു പുകച്ചിൽ ആയിട്ട് ഫീൽ ചെയ്യും. അത് പേടിക്കേണ്ട, അത് ഇടുമ്പോൾ ഉള്ളതേ ഉള്ളൂ, ഒന്നും വരാനില്ല. വാസ്ലിൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് നമുക്ക് പുരട്ടാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ പായ്ക്കാണ് വാസ്ലിനും സിനമൺ പൗഡറും. നിങ്ങളിത് മാറി മാറി ഏതെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഓരോ ആഴ്ച മാറി മാറി ഈ പായ്ക്ക് ഒരു ഏജ് നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലേ, നമുക്ക് ഒത്തിരി വില കൊടുത്തോ പൈസ കൊടുത്തോ വാങ്ങിക്കേണ്ടാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതും സത്യം പറഞ്ഞാൽ നമുക്കൊരു ക്രീം പോയി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ ആവും? അത് തേച്ചിട്ട് ചിലപ്പോൾ അത് പിടിച്ചെങ്കിലായി, പിടിച്ചില്ലെങ്കിലായി, പിന്നെ അതിൻ്റെ പായ്ക്ക് അത് എത്ര മാസം ഉപയോഗിച്ചാലാ. ഇത് നിങ്ങളൊരു 7 days ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകും ഇതിൻ്റെ ഗുണങ്ങൾ. ഈ വാസ്ലൈൻ്റെ കുറേ ഹായ്ക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തത് നമുക്ക് വാസ്ലൈനും പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും നമ്മൾ പറഞ്ഞല്ലോ. രണ്ടാമത്തത് വാസ്ലൈനും സിനമൺ പൗഡറും പറഞ്ഞല്ലോ. മൂന്നാമത്തത് വാസ്ലൈനും ഹണിയും. ഞാൻ ഹണി എടുത്ത് വെച്ചില്ല കേട്ടോ, മറന്നുപോയി. ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് നമുക്ക് ഫേസിന് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് വെക്കേണ്ട, ഒരു 15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഈ ചൂടുവെള്ളത്തിൽ കഴുകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വാസ്ലൈൻ ഒരു ഓയിലി ഇതാണ് സ്ട്രക്ചറാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഫീലിംഗ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇപ്പം മൂന്നാമത്തെ പായ്ക്ക് കഴിഞ്ഞല്ലോ. നാലാമത്തെ പായ്ക്ക് ഇനിയും ഉണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഈ വാസ്ലൈൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കാൻ പറ്റുന്ന ഒരുപാട് പായ്ക്കുകളുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ മൂന്നും നിങ്ങളത് എഴുതി വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ, നല്ല ഗുണം നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇനി നാലാമത്തെ ഹായ്ക്ക് ഹണിയും നാലാമത്തെ പായ്ക്ക് നമ്മുടെ താരം ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ, സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മുടെ ഓറഞ്ച് ജ്യൂസും ഓറഞ്ചോ മൊസമ്പിയോ ഞാനിവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന മൊസമ്പി ആട്ടോ. മൊസമ്പിയുടെ ജ്യൂസോ ഓറഞ്ചിൻ്റെ ജ്യൂസോ എടുത്തിട്ട് നമ്മുടെ വാസ്ലൈൻ്റെ കൂടെ മിക്സ് ചെയ്യുക. ശരിക്കും നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ 15 മിനിറ്റ് 20 മിനിറ്റ് വെച്ച് അത്രയും ബെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പായ്ക്കുണ്ടാക്കി നമ്മൾ ചൂടുവെള്ളത്തിൽ അതും കഴുകിക്കളയുക. ഈ 4 നിങ്ങൾക്ക് ഏതാണോ വീട്ടിലുള്ളത്, ഓറഞ്ചാണോ ഉള്ളത്, വാസ്ലൈൻ എന്തായാലും കാണുമല്ലോ, ഓറഞ്ചാണോ ഉള്ളത്, ആര്യവേപ്പിൻ്റെ ഇലയുടെ പൗഡറുണ്ടോ അതെടുക്കാം, ഇല്ലെങ്കിൽ സിനമൺ പൗഡർ, സിനമൺ ഇല്ലാത്ത വീടില്ല, സിനമൺ പൗഡറിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇതിലേതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് നിങ്ങളുടെ വീട്ടിലുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് നമ്മുടെ റിങ്കിൾസ് മാറാനും ഈ റിങ്കിൾസും നല്ലൊരു ആൻറ്റി ഏജിങ് പായ്ക്കായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഈ നീമിൻ്റെ അകത്താണെങ്കിൽ ശരിക്കും റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. നല്ല നീം പൗഡറിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ, നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നീം പൗഡർ. അപ്പം എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന ഹാക്ക് ഏതെങ്കിലും ഒരാളെങ്കിലും ഇട്ടിട്ട് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അത്രയ്ക്കും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന പായ്ക്കുകളാണ് ഞാൻ എൻ്റെ ഈ ഫേസിൽ ഉപയോഗിച്ച പായ്ക്കുകളാണ് ഇതെല്ലാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ ഈ റിങ്കിൾസിന് വേണ്ടി മാത്രമായിട്ടൊരു സീരീസ് ആയിട്ട് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറഞ്ഞ 4 ഐറ്റംസും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ. അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം മറക്കല്ലേ. നിങ്ങൾ കാണുമ്പോൾ മുമ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കാതെ ചെയ്യണം പ്ലീസ്.